ഞങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് ഞാൻ പമ്പ് രാത്രി 12 മണി വരെ പമ്പുണ്ട്. അത്രയും അങ്ങോട്ട് കണ്ടില്ല എന്നെ രാത്രി കണ്ടുക്കുന്നപ്പോൾ എൻ്റെ ബാഗ് തട്ടാൻ വിചാരിച്ചിട്ടുണ്ട്. അധ്വാനിച്ചിട്ട് ജീവിക്കും. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പൈസ ഉണ്ടാക്കിയത് അത് അധ്വാനിച്ച് ജീവിക്കും. നിങ്ങൾ ഞങ്ങളെ റോൾ മോഡലാക്കി. 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങളൊക്കെ എന്നെ വർക്കും ചെയ്യും. അടുത്ത ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത കള്ളന്മാരെ പിടിക്കും. ഞാൻ നിർത്തിയാലും 100 കണക്കിന് ആൾക്കാരുണ്ട്. പിന്നെ ഒരാളുണ്ട് കയറുമ്പോൾ 10 ആളുണ്ട് ഇറങ്ങാണ് ചെയ്യുന്നത്. അത് ജയിലിന് മുന്നിൽ പോയി നോക്ക്. കവനൂർ സെൻട്രൽ ജയിലിന് മുന്നിലും കോഴിക്കോട് ജില്ലാ ജയിലിന് മുന്നിലൊക്കെ. ഒരു പണക്കാരെ ചെയ്യുന്നുണ്ട്. അതുവരെ ഞാൻ എന്താ അവസ്ഥ അതിന് പോകുന്നു. അമ്മയെ ആ സമയത്ത് തന്നെ ഇവിടെ കയറാൻ വിചാരിച്ചില്ല. എന്താണ് അവിടെ പോയിരുന്നത്? അന്ന് അവിടുന്ന് പോയി പിറ്റേ സമയം വരുന്നു. എവിടുന്ന ഈ വന്നത് പറ, ഏത് ഭാഗത്തുനിന്ന്? അതല്ല, ഈ ബിൽഡിങ്ങിനുള്ളിൽ കയറാൻ വേണ്ടി ഒരു കണ്ടു വന്നല്ലോ. കോഴിക്കോട് നിന്നാണോ? അല്ല, ഞാൻ മഞ്ചേരിയിൽ നിന്ന് വന്നു. മഞ്ചേരിയിൽ നിന്ന് ബസ്സിന് വന്നു. ബസ്സിന് വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് നടന്നു വന്നിട്ട് ഇതിനുള്ളിൽ കയറി രാത്രി 11:45 വരെ. 11:45 ഞാൻ 1 മണി കഴിഞ്ഞിട്ട് ഇറങ്ങി. 11:45 പേര് കൂട്ടി പോകും. 11:45 അടച്ചു പോയി. ഇവിടെ വന്നിട്ട് ബസ്സിൻ്റെ പുറകിൽ കൂടി 2 ബസ്സിന് രാത്രി ബസ്സിലുണ്ടാവും. 3 ബസ്സുകാർ ഇവിടെ വിളിച്ചിരുന്ന ബസ്സുകാരോട് ചോദിച്ചു. ആ ബസ്സിൽ അവിടെ ട്രെയിൻ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ തിരുവല്ലങ്ങാടിയിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് പമ്പ് ചെയ്യാൻ പുള്ളിക്കാരനെ എല്ലാ പമ്പിനും ഒരു വെളിച്ചുണ്ടാവില്ല. പക്ഷേ ഈ പമ്പിൽ ഒരു വെളിച്ചം കൂടി ഇടാതെ പൂരാപൂരി ഇട്ടിട്ടാണ് ആ പമ്പിൻ്റെ വെളിക്ക് വേണ്ടേ. ഇവിടെ പോകുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അല്ല അവിടെ വെളിച്ചുണ്ടെങ്കിൽ നിങ്ങളെ വരുന്നില്ലല്ലോ. നിർദ്ദേശം ഇതിലെ കയറിയിട്ട് ഏറ്റവും ടോപ്പിലെത്തി. ഞാൻ അവിടുന്ന് വാച്ച് ചെയ്തിട്ട് ഞാൻ എപ്പോഴാണ് അടയ്ക്കണ എന്താ സംഭവം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പ് കയറി എന്നിട്ട് അവിടെ നിന്ന് നോക്കി. അപ്പോൾ പോലീസ് വണ്ടി ദൂരം നിന്ന് വരുമ്പോൾ കാണും ചെയ്യണേ. ഞാൻ നോക്കി എത്ര മണിയാണ് സമയം എന്ന് അറിയാം. ആ ടൈം ഞാൻ 1 മണിക്കാണ് ഇറങ്ങിയത് ഇതിന് മുകളിൽ നിന്ന്. പൊളിച്ച് 2 കമ്പി എടുത്തില്ലയോ? ഇത് പഠിച്ച് അതെന്തായിട്ടാ പഠിച്ച്? എവിടെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഒന്നും ഞാൻ തൊട്ടില്ല. മരുന്നൊന്നും വലിപ്പം മാത്രം ഇതാക്കിയിരുന്നു. അപ്പോൾ അതിനാളെ കുറച്ച് പുറത്തുണ്ടാവും. വേറെ ഒന്നും ഞാൻ വണ്ടി ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്നിട്ട് എം പി കാട്ടിലോടെ വന്നു. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പൈസ. ഇത് മനുഷ്യർ കുത്തി ഓട്ടോമേഷൻ്റെ അത് മേശ പിന്നെ അവിടെ സ്റ്റാഫിന് കിട്ടാൻ വേണ്ടി വെക്കും. അത് തുറന്നിട്ട് അത് കൂട്ടില്ല. അത് വെറുതെ ഞങ്ങൾക്ക് കൂട്ടില്ല.
ഇനിയുണ്ടോ? ഒരു 8 വയസ്സുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നറിയില്ല. ചിലവായിട്ടുണ്ട്. ഇനിയൊരു തുടങ്ങി ഞങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് ഞാൻ പമ്പ് രാത്രി 12 മണി വരെ പമ്പുണ്ട്. അത്രയും അങ്ങോട്ട് കണ്ടില്ല എന്നെ രാത്രി കണ്ടിരുന്നപ്പോൾ എൻ്റെ ബാഗ് തട്ടാൻ വിചാരിച്ചിട്ടുണ്ട്. അധ്വാനിച്ചിട്ട് ജീവിക്കും. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പൈസ ഉണ്ടാക്കിയത് അത് അധ്വാനിച്ച് ജീവിക്കും. നിങ്ങൾ ഞങ്ങളെ റോൾ മോഡലാക്കി അതാണ് വേണ്ടത്. പറ്റുമോ? ഇത് കഴിഞ്ഞിട്ട് പോയി ഞാൻ പോയി ബസ്സിന് റോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്. അതിലൂടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ട് ബസ് ഉണ്ടായിരുന്നു. അത് 2 ദിവസം ഒന്നും കിട്ടിയില്ല. അവിടെ ആ ബസ്സാണ്. അതല്ല അതൊന്നും അറിയില്ല. 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു. രാവിലത്തെ ബസ് ബസ്സിന് പോയി. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങളൊക്കെ എന്നെ മറക്കും ചെയ്യും. അടുത്ത ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത കള്ളന്മാരെ പിടിക്കും. ഏത് ഞാൻ നിർത്തിയാലും 100 കണക്കിന് ആൾക്കാരോടുണ്ട്. പിന്നെ ഒരാളുണ്ട് കയറുമ്പോൾ 10 ആളുണ്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അത് ജയിലിന് മുന്നിൽ പോയി നോക്ക്. കവനൂർ സെൻട്രൽ ജയിലിന് മുന്നിലും കോഴിക്കോട് ജില്ലാ ജയിലിന് മുന്നിലൊക്കെ. Gracias.